ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ പേര് അതുൽ രാജ്. സിനിമ അഡിക്റ്റഡ് W2W ഏവർക്കും സ്വാഗതം. ഷറഫുദ്ദീൻ നായകനായിട്ട് വരുന്ന മധുവിധു മൂവി ഇന്നലെ കണ്ടുവന്നതാണ്. ഇന്നലെ ഒരു രാത്രി ഒരു 9:45 ഷോയ്ക്ക് പോയി പടം കണ്ടതാണ്. പക്ഷെ അത് ഇത്രയും ലേറ്റ് ആയിട്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാന്നുള്ള മൈൻഡില്ല വന്നത്. പക്ഷെ വന്നപ്പോ കറണ്ട് ഇല്ല, മൊത്തത്തിൽ പ്രശ്നമായി. പിന്നെ പിറ്റേദിവസം രാവിലെ ഇന്ന് രാവിലെ വർക്കിന് പോകുന്നതുകൊണ്ട് ഇന്ന് രാവിലെ ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് വർക്കും കഴിഞ്ഞ് വന്നപ്പോ ഭയങ്കര ശരീരം നേരായി, അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വന്നതിനാൽ ഇത്ര ലേറ്റ് ആയിപ്പോയി. വീഡിയോ ചെയ്യാണ്. ഇനി എപ്പോഴാണ് വീഡിയോ എടുത്ത് എഡിറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് അറിയാൻ മേല. മധുവിധു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി ഒരു ഫാമിലി ഓഡിയൻസിനും ഒരു ഫാമിലി എന്റർടൈൻമെന്റ് പക്ക ഒരു മൂവി എന്ന് പറഞ്ഞാൽ ഫാമിലി ഓഡിയൻസിന് നല്ലപോലെ കയറാൻ പറ്റിയ ഈ സമയത്ത് ഒട്ടുമിക്ക സിനിമകളും ഉണ്ട്. വാഴ കഴിഞ്ഞിട്ടാണെങ്കിലും വാഴ കഴിഞ്ഞ് മോഹിനിയാട്ടം, പിന്നെ ഇത്, അങ്ങനെയൊക്കെ ഒട്ടുമിക്ക ഫാമിലി ഓഡിയൻസിനും കയറാൻ പറ്റിയ ഒരുപാട് മൂവീസ് ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഒരു കിടിലൻ ഒരു ഫാമിലി, അതായത് ഫാമിലിപരമായി നമ്മൾ പണ്ടുള്ള മേലെപ്പറമ്പിൽ ആൺവീട് അങ്ങനത്തെ ടൈപ്പ് കുറെ മൂവീസ് കണ്ടില്ലേ, അതേ ടൈപ്പ് ഒരു കഥാപശ്ചാത്തലം, അല്ലെങ്കിൽ അതേ ടൈപ്പ് ഒരു നമ്മുടെ കോമഡിയും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കണക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലൊരു കിടിലൻ മൂവിയാണിത്. അതിൽ ഓരോരുത്തരും കിടിലായിട്ട് തന്നെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ള പടത്തിലെ നായകൻ ഒരു ഭംഗിയായിട്ട് പുള്ളിക്കാരന്റെ റോള്, അത് അന്ന് ഈ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ പ്രേമം സിനിമ കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ അത് ആ ഒരു കോമഡി വേർഷൻ ആണെങ്കിലും ഇപ്പൊ സീരിയസ് ആയിട്ടുള്ള റോളാണെങ്കിലും എല്ലാം ഭംഗിയായിട്ട് ചെയ്ത രീതിയിലുള്ള ഒരു ആക്ടറാണ് ഷറഫുദ്ദീൻ. അതുപോലെ തന്നെ പുള്ളിക്കാരൻ കൊടുത്ത ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനു വേണ്ടി നല്ല എഫേർട്ട് എടുത്ത് അത്യാവശ്യം നല്ല ഇത് തന്നെ പുള്ളിക്കാരൻ മെയിനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷറഫുദ്ദീന്റെ അച്ഛനായിട്ട് വരുന്നത് നമ്മുടെ ജഗദീഷ് ചേട്ടനാണ്. ജഗദീഷ് ചേട്ടനും പുള്ളിയാണ്, ഒരു രക്ഷയില്ല, പറയേണ്ട കാര്യമില്ലല്ല, രക്ഷയില്ലാത്ത അഭിനയാണ് പുള്ളിക്കാരൻ കഴിച്ചിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് നമ്മുടെ പടത്തിലെ നായിക കല്യാണി പണിക്കർ, നമ്മുടെ ബിന്ദു പണിക്കരുടെ മകളാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൂവിയാണ് പുള്ളിക്കാരത്തില. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു ഫസ്റ്റ് മൂവി ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് അല്ല എനിക്ക് അവരുടെ ആക്ടിങ്ങിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് നല്ലപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അസീസ് നെടുമങ്ങാട്, നമ്മുടെ ഷറഫുദ്ദീന്റെ മാമൻ അല്ലെങ്കിൽ ചിറ്റപ്പൻ എന്ന റോളിലാണ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത്. ഒരു രക്ഷയില്ല, കിടിലം പെർഫോമൻസ്. സാധാരണ അങ്ങനത്തെ ടൈപ്പ് റോളാണ് പുള്ളിക്കാരൻ കിട്ടിക്കൊണ്ടിരുന്നത് വെച്ചാൽ അത് ആ റോള് സത്യം പറഞ്ഞ ഒരു സൈഡ് കുറച്ച് ഡയലോഗും കാര്യമൊക്കെ ഉള്ള അങ്ങനത്തെ ടൈപ്പാണ് ഒട്ടുമിക്ക മൂവിലും പുള്ളിക്കാരൻ ഇതുവരെ കൊടുത്തിട്ടുള്ളത്. അധികം ഡയലോഗും കാര്യം ഓവറായിട്ട് കൊടുക്കുക. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇപ്പൊ ഇതിന് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ നല്ലൊരു പ്രാധാന്യം, അല്ലെ ആ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ സിനിമയിൽ മെയിൻ ഒരു കണ്ടന്റ് ആദ്യങ്ങളും ചില സിറ്റുവേഷനുകളും ചിലപ്പോൾ ഈ ക്യാരക്ടർ മുഖാന്തരമായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത്. അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് അസീസ് നെടുമങ്ങാടിന് കൊടുത്തിരിക്കുന്നത്. കിടിലായിട്ട് തന്നെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക പേരും ഉണ്ട്, എല്ലാരും കിടിലൻ പെർഫോമൻസും കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇനി ഈ സിനിമ എനിക്ക് കണ്ടപ്പോ ഫസ്റ്റ് ഒരു 90s ആ സമയത്തൊക്കെ ഇറങ്ങിയ ഇതുപോലെ തന്നെ മേലെപ്പറമ്പിൽ ആണെങ്കിലും ജയറാമേട്ടന്റെ ഒട്ടുമിക്ക സിനിമകളുണ്ടല്ലോ, ആ ഒരു ഫാമിലി ഓറിയന്റഡ് അതേ ടൈപ്പ് ഒരു കഥാപശ്ചാത്തലം പറഞ്ഞ ഒരു കിടിലൻ മൂവിയാണിത്. എല്ലാരും പോയി വാച്ച് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു അത്രക്ക് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. ഈ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ എനിക്ക് അത്രക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. നോർമലി വന്നു പോണ ഒരു പടം എന്നുള്ള രീതിയിൽ മാത്രമാണ് പോയി കണ്ടത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലപോലെ വർക്കായി. എല്ലാരും പോയി കാണുക. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിന് ഇപ്പൊ അവധിക്കാരാണ്, എല്ലാവർക്കും കയറി ഇപ്പൊ ഫാമിലി ഓഡിയൻസ് നല്ലപോലെ വാച്ച് ചെയ്യാൻ പറ്റിയ ഒട്ടുമിക്ക മൂവീസ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും പോയി കാണുക. അടിപൊളി മൂവിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, ബൈ.